ഹായ് ഫ്രണ്ട്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ കമൻറ്റുകളും അയക്കാൻ മറക്കാതിരിക്കുക. പണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലം, നമ്മളുടെ കൂടെ 3-4 കൂട്ടുകാർ സ്ഥിരമായി നമ്മളുടെ കൂടെ തന്നെ കളിയും തമാശയുമൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ വീടിനടുത്തുള്ള അമ്പലത്തിൻ്റെ ശക്തിയും ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വരുന്ന സമയത്ത് ഹരി എന്ന് പറയുന്ന ഒരു പയ്യൻ കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ നാട്ടിലെ വളരെ പ്രസിദ്ധമായ അമ്പലമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും പറയുമായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള സജീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആ ദൈവത്തെ മോശമായി പറയുകയുണ്ടായി. അവൻ വളരെ അശ്ലീലമായ രീതിയിലാണ് ഓച്ചിറ ശിവനെക്കുറിച്ച് അന്ന് പറഞ്ഞത്. അത് പറഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവൻ കോളേജിൽ വരാതായി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. പിന്നീട് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ കണ്ണെല്ലാം പഴുത്തളിഞ്ഞതായി. അപ്പോഴാണ് അവൻ പറഞ്ഞ ആ അശ്ലീല വാക്കിനെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യം വന്നത്. ചില സമയങ്ങളിൽ പറയുന്ന ഈ രീതിയിലുള്ള വാക്കുകൾ പെട്ടെന്ന് ഫലിക്കും എന്നുള്ളതാണ്. അതിനുശേഷം അവൻ 1 മാസത്തോളം ലീവ് എടുക്കേണ്ടതായി വന്നു. പിന്നെ പാഠങ്ങളൊക്കെ വീണ്ടും അവൻ എഴുതേണ്ടതായി വന്നു. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വീണ്ടും അവൻ കോളേജിൽ വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ദുർഘടമായ അനുഭവം അവനുണ്ടായി. ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇത് ദൈവത്തിൻ്റെ ശക്തി എടുത്തു കാട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.